3 അൾട്രാ ബെറി ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എത്രയായി? 3 അൾട്രാ ബെറി ജ്യൂസിന് ഇവിടെ നമുക്ക് ആഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് 10,700 പ്ലസ് ഒരു 3,000 റുപ്പീസ് ആണ്. അപ്പൊ 13,700 രൂപ. ഈ 13,700 രൂപയാണ് അതിന്റെ VAP എന്ന് പറഞ്ഞാൽ അത് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് പാക്കേജ് കോസ്റ്റ് വരുന്നത്. ഇതാണ് ബൂസ്റ്റർ പ്ലാനിലത്തെ ഒരു പാക്കേജ്. 13,700 രൂപ. 10,700 നമ്മൾ കൊടുക്കുന്നതിന് പകരം 3,000 രൂപ എക്സ്ട്രാ വാങ്ങിക്കുന്നു. അതിന് ഒരു 3 അൾട്രാ ബെറി ജ്യൂസ് കൊടുക്കുന്നു. അൾട്രാ ബെറി ജ്യൂസിന്റെ ഇപ്പോഴത്തെ പ്രൈസ് അത് നമുക്ക് സപ്ലൈ ചെയ്യുന്ന കമ്പനി വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം അത് വരും അതിന്റെ. അപ്പം 12,000 ഒരു പ്രൊഡക്റ്റിന് 4,000 രൂപ വെച്ചിട്ടാണ്. അപ്പൊ 12,000 രൂപ വരും. അപ്പൊ 12,000 രൂപയുടെ പ്രൊഡക്റ്റ് കൂടി ഈ 10,700 കൂടെ ആഡ് ചെയ്യുമ്പോൾ അപ്പൊ 10,700 12 22,700 രൂപ. ഞാൻ ഇതിങ്ങനെ വളരെ സ്പഷ്ടമായിട്ട് പറയുന്ന വെച്ചാൽ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ 10,700 പ്ലസ് 12 22,700 രൂപ വാല്യൂ വരുന്ന ആ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത് കേവലം 13,700 രൂപ. ഇപ്പൊ 9,000 റുപ്പീസ് അവിടെ ഓൺ ദ സ്പോട്ടിൽ പ്രോഫിറ്റ് ഉണ്ട്. ഇതാണ് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ട്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, അതായത് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് വെൽക്കം ബോണസ് കിട്ടുന്നത് 6,500 രൂപയാണ്. ക്ലിയർ ആയല്ലോ? എല്ലാ പ്രൊഡക്ട്സ് ഇതുപോലെ ഉണ്ട്. അതിന് 13 BV പ്രൊഡക്ട്സ് ഉണ്ട്, 25 BV പ്രൊഡക്ട്സ് ഉണ്ട്, 50 BV ആണ് ഇതിന്. 50 BV പ്രൊഡക്ട്സ് ഉണ്ട്, 100 BV പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് നിങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പുതുതായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, ഇപ്പൊ നിലവിലുള്ള ആളുകളെ സംബന്ധിച്ച് അതിനുശേഷം ഞാൻ പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ക്രൈറ്റീരിയ 150 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത്രയും നാള് നമുക്ക് കിട്ടിയത് 440 രൂപയാണെങ്കിൽ അതിന് പകരം എനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് 6,500 രൂപയാണ്. ഈ 6,500 രൂപ ഒരുമിച്ചാകണമെന്നില്ല. അതും വളരെ സിമ്പിൾ ആക്കി തന്നില്ല. അതാണ് ഇന്നലത്തെ രാത്രിയത്തെ സാറിന്റെ വിശദീകരണത്തിലൂടെ നമുക്ക് മനസ്സിലായത്. അത് ഒരാളെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ജീനിയസിൽ ഒരു 50 PV ബിസിനസ് ചെയ്തു. അപ്പൊ ജീനിയസിൽ 50 PV ബിസിനസ് ചെയ്യുമ്പോൾ ഇവിടെ റെഫറൽ ബോണസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഇൻകം എന്ന് പറയുന്ന ഇൻകം കൂടി കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തി ജീനിയസിലേക്ക് ഒരു 50 PV ബിസിനസ് കൊണ്ടുവന്നാൽ, ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, ഒരു 50 PV ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നേരത്തെ ഒന്നും കിട്ടില്ലായിരുന്നു അല്ലെ? അത് 150 കംപ്ലീറ്റ് ആയാൽ മാത്രമേ 440 കിട്ടുമായിരുന്നുള്ളൂ. എന്നാൽ നാളെ മുതൽ ഒരു 50 PV ബിസിനസ് അദ്ദേഹത്തിന് ഒരു വൺ സൈഡിൽ ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ നെക്സ്റ്റ് കട്ട് ഓഫിൽ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യും. 50 PVക്ക് അവിടെ നമുക്ക് റെഫറൽ ബോണസ് കിട്ടുന്നത് 2,020 രൂപയാണ്. 13 PV ആണെങ്കിൽ 525 രൂപ വരും. 25 PV ആണെങ്കിൽ 1,010 രൂപ വരും. 10 വരും. 50 PV ആണെങ്കിൽ 20 വരും. 100 PV ആണെങ്കിൽ 40 അതായത് 4,040 രൂപ വരും. ഇതാണ് റെഫറൽ ബോണസിന്റെ ഘടന എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു ബിസിനസ് നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്താൽ, 13 PV ബിസിനസ് നമ്മൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്താൽ നമുക്ക് 525 രൂപ റെഫറൽ ബോണസ് കിട്ടും. 25 PV ആണ് നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 525 പകരം 1,010. ഓർമ്മിക്കാൻ എളുപ്പം 10 എന്ന് ഓർമ്മിച്ചാൽ മതി. 25 10 നമുക്ക് 1,010 രൂപ. 50 PV ആണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഇരട്ടി എത്രയാ? 10 ഇരട്ടി 20 അതായത് 2,020 രൂപ. നിങ്ങളെ ബ്രെയിനിലേക്ക് ഓർമ്മിക്കാൻ എളുപ്പം പറഞ്ഞു. 10 തന്നെ ഓർമ്മയുണ്ടാവും അല്ലെ? 20 അല്ലെ? അപ്പൊ ഓർമ്മയുണ്ടാവും, എളുപ്പമാണ്. അപ്പൊ 50 PV ആണ് നമ്മൾ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ 2,020 രൂപ കിട്ടും. 100 PV ആണ് നമ്മൾ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 4,040 രൂപ കിട്ടും. ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ വന്നു, വാല്യൂ ആഡഡ് പാക്കേജ് എടുക്കണം. പഴയ പാക്കേജിൽ കിട്ടത്തില്ല. വീണ്ടും ആവർത്തിക്കുന്നു, വാല്യൂ ആഡഡ് പാക്കേജ് എടുത്ത് വരുന്ന നാളെ മുതൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അവര് 10,700 9,800 16,500 19,300 എടുത്ത് സ്റ്റാർട്ട് ചെയ്താൽ അവർക്ക് പുതിയ റെഫറൽ വെച്ചാൽ ബോണസ് കിട്ടില്ല. വീണ്ടും ആവർത്തിക്കുകയാണ്, വാല്യൂ ആഡഡ് പാക്കേജ് എടുക്കണം. അത് 13 PV ഉണ്ട്, 25 PV ഉണ്ട്, ചെറിയ പാക്കേജസ് ഉണ്ട്. അത് PPT ഉച്ചയ്ക്ക് ശേഷം വരും. അപ്പൊ തന്നെ ഷെയർ ചെയ്യും. അല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും, അവർക്ക് അത് നോക്കിയാൽ മതി. ഇന്നലെ തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് കുറെ തന്നിരുന്നു, അത് നോക്കുക. ക്ലിയർ അല്ലേ? അപ്പോ 50 PV നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 2,020 രൂപ അടുത്ത കട്ട് ഓഫിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ക്ലിയർ ആയാലോ? അടുത്ത പേയ്മെന്റ് എപ്പോഴാണ് വരുന്നത്? നമുക്കറിയാം 3 കഴിഞ്ഞ് 4-ാമത്തെ ദിവസമാണ് നമുക്ക് പേ ഔട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ബാങ്കിലേക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നുള്ളതാണ്. 150 PV കംപ്ലീറ്റ് ചെയ്യാതെ ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നു. ക്ലിയർ അല്ലേ?
150 PV കംപ്ലീറ്റ് ആയിട്ടാണ് ഇത്രയും നാൾ നമുക്ക് 440 രൂപ കിട്ടിയിരുന്നെങ്കിൽ ഇനി മുതൽ 150 PVക്ക് പകരം 50 PV ബിസിനസ് സ്റ്റാർട്ട് തുടങ്ങിയാൽ പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് 2020 രൂപ വരും. അടുത്ത വിന്നർ സൈഡിലേക്ക് വീണ്ടും അടുത്ത സൈഡിലേക്ക് നമ്മൾ ഒരു 50 PV റെഫർ ചെയ്തു, അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത കട്ട് ഓഫിൽ വീണ്ടും അതിന്റെ 2020 രൂപ നമ്മുടെ അടുത്ത കട്ട് ഓഫിൽ അവിടെ കാൽക്കുലേഷനിൽ വരുന്നു. നെക്സ്റ്റ് പേ ഔട്ട് ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. അടുത്ത വേറെ 50 PV വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പോൺസർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് അവിടെ എത്ര കിട്ടും, വീണ്ടും 2020 രൂപ കിട്ടും. അപ്പൊ 6000 സംതിങ് വരും. അതിന്റെ കൂടെ 440 രൂപ നമ്മുടെ ക്രൈറ്റീരിയ ബോണസും കൂടി ചേർത്തിട്ട് ടോട്ടൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് 6500 രൂപ. ക്ലിയർ ആയല്ലോ? 2020 × 3 6060 രൂപ വരും. പ്ലസ് 440 രൂപ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന വെൽക്കം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് കിട്ടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് ബയോട്ടോറിയം മാറിയിരിക്കുന്നതിന്റെ പൊന്നു സുഹൃത്തുക്കളെ നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഫീൽഡിൽ പോയി ഒരു കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് കട്ട് ഓഫിൽ തന്നെ അത് കാൽക്കുലേഷനിൽ വരികയും അതിന്റെ റെഫറൽ ബോണസ് അടുത്ത പേയ്മെന്റ് ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ബിഗ് കൺഗ്രാറ്റുലേഷൻ സാഗർ സാർ. ഒരിക്കൽ കൂടി സാഗർ സാറിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാനാണ് ഇന്നലെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് നോ ടൈം ലിമിറ്റ്. അതിന് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് ചില ആളുകൾക്ക്. ഒരാൾ വന്നിട്ട് എത്ര ദിവസത്തിനുള്ളിൽ ഈ 150 PV കംപ്ലീറ്റ് ചെയ്യണം, ഒരു ടൈം ലിമിറ്റും ഇല്ല. കേട്ടില്ലേ? അതുകൊണ്ട് ആരും മടിയന്മാരായിട്ടിരിക്കേണ്ട, ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക, എത്രയും വേഗത്തിൽ ആളുകളിലേക്ക് എത്തിക്കുക, അവരെ അച്ചീവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ടൈം ലിമിറ്റ് ഒന്നും ഇല്ല എന്നിട്ട് ആരും കിടന്നുറങ്ങല്ലേ. യുദ്ധകാലടിസ്ഥാനത്തിൽ നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടറെ കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന് ആദ്യം തന്നെ ഒരു 2020 രൂപ അങ്ങ് വാങ്ങിച്ചു കൊടുക്കുക. 100 PV ആണെങ്കിൽ ഡയറക്റ്റ് റെഫർ ചെയ്യുന്നെങ്കിൽ 2020 പകരം എത്ര രൂപ കിട്ടും? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 100 PVക്ക് 4040 രൂപ ഓൺ ദ സ്പോട്ട് കിട്ടും. ഒരു പുതിയ കസ്റ്റമർ വന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾ വർക്ക് എടുത്ത് കൊടുത്ത് ഒരു 100 PV ആണ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ 4040 രൂപ അടുത്ത പേയ്മെന്റ് ദിവസം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആണെന്ന് ബോധ്യപ്പെട്ടെന്ന് തോന്നുന്നു എനിക്ക്. കാരണം അതിന് ടൈം ലിമിറ്റ് ഇല്ല. അത് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ആദ്യം 10 ദിവസം എന്നുള്ള ടൈം ലിമിറ്റ് പറഞ്ഞിരുന്നു, പക്ഷെ അത് സാറ് മിനിയൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, നോ ടൈം ലിമിറ്റ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വാരിക്കോരിയുള്ള വലിയൊരു എന്താ പറയാ ഒരു ഓഫർ തന്നെയാണത്, ഒരു സംശയവും വേണ്ട. ബിസിനസ്സിന് പറക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ നിരവധി ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പൊ ഇതിൽ 50 PVക്ക് ഏറ്റവും ഇന്നലെ നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ ലേഡീസിന്റെ സാനിറ്ററി പാഡ്. 50 PVക്ക് വന്നിരിക്കുകയാണ്. 50 PVക്ക് ഏകദേശം 11,500 രൂപയാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നുള്ളൂ. 11,500 രൂപ. ഒരു പാക്കറ്റിനകത്ത് 10 എണ്ണം ഉണ്ടാവും. അങ്ങനെയുള്ള 30 പാക്കറ്റാണ് അതിനകത്ത് വരുന്നത്. 30 പാക്കറ്റ്, അതായത് ഏകദേശം 300 പാഡ് ഉണ്ടാവും അതിനകത്ത്. 300 പാഡിന് വരുന്നത് 11,500 രൂപയാണ്. അതിന്റെ കോസ്റ്റ് വരുമ്പോൾ ഒരെണ്ണത്തിന് ഏകദേശം 38 രൂപയെ കോസ്റ്റ് വരുള്ളൂ. വളരെ വില കുറവാണ്. ഇത് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ പാഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നവരുടെ വിഷയത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഏറ്റവും നന്നായിട്ട് അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനത് സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 11,500 രൂപക്ക് ലേഡീസിന്റെ പാഡ്, സാനിറ്ററി പാഡ് കിട്ടും. സയന്റിഫിക്കലി ബെസ്റ്റ്. അതിനെ കുറിച്ചൊക്കെ പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ ഏറ്റവും നല്ലതാണ്. അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ 50 PVക്ക് 4 അൾട്രാബെറി ജ്യൂസ് കിട്ടുന്ന ഒരു പാക്കേജ് ഉണ്ട്. അത് വരുന്നത് 10 സംതിങ് വരുന്നുള്ളൂ. 50 PV ഉണ്ട്. അൾട്രാബെറി ജ്യൂസ് 4 എണ്ണം കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, വളരെ സിമ്പിൾ ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ നോക്കുക, പ്ലാൻ എടുത്ത് നോക്കിയിട്ട് അതിന്റെ ഡീറ്റെയിൽ നോക്കിയിട്ട് ചെറിയതായിട്ടും സിമ്പിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്കത് പഠിച്ചുകൊണ്ട് നമുക്ക് ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള പാക്കേജസിനെ കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പാക്കേജസ് എല്ലാം നിങ്ങൾ നോക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താൽ 6,500 രൂപ കിട്ടുന്ന രീതി മനസ്സിലായല്ലോ എല്ലാവർക്കും. ഒരു റെഫറൽ വെച്ചാൽ പോലും അടുത്ത പേ ഔട്ടിൽ പേയ്മെന്റ് വരുന്നു എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ, ഇത് പുതിയ വാല്യൂ ആഡഡ് പാക്കേജ് എൻട്രി ചെയ്യണം, അവർക്ക് മാത്രമാണ് ഇത് വരിക. പഴയ ഐഡി അടിച്ച് ഇപ്പം നാളെയും മറ്റന്നാളും നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ ഒരു കസ്റ്റമർക്ക് നിങ്ങൾ ഒരു 16,500 പ്രൊഡക്റ്റോ ഒരു 19,300 പ്രൊഡക്റ്റോ കൊടുത്ത് അദ്ദേഹത്തിന്റെ എൻട്രി ചെയ്യിപ്പിച്ചാൽ അദ്ദേഹം ഈ ബിസിനസ് വെക്കുമ്പോൾ കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാവരും അടുത്ത ദിവസം മുതൽ വാല്യൂ ആഡഡ് പാക്കേജ് കസ്റ്റമർക്ക് കൊടുക്കുക. അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. ചില ആൾ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞങ്ങളെല്ലാം പറഞ്ഞ് റെഡിയാക്കിയതാണ് സാറേ, അവർ പൈസ ഇപ്പൊ നാളെ തരാൻ പോവാണ് സാറേ, അല്ലെങ്കിൽ കാശ് തന്നവരുണ്ട് സാറേ എന്ന് പറയുമ്പോൾ അവരെ വിളിച്ച് പറയാ, ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഓഫർ ഉണ്ട്. നിങ്ങൾ ഈ 10,700 കൂടെ ഒരു 3,000 കൂടി നിങ്ങൾ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 അൾട്രാബെറി ജ്യൂസ് കിട്ടുന്ന ഒരു ഓഫർ ഉണ്ട്.
എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 12,000 രൂപ സ്ഥാനം നമുക്ക് 3,000 കിട്ടും എന്ന് പറയുമ്പോൾ ചില ആളുകൾ അത് ഓക്കെ എന്ന് പറയും. ഇനി അവർ ഓക്കെ എന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലീഡേഴ്സ് എന്നുള്ള നിലയിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു 3,000 രൂപ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ആഡ് ചെയ്തുകൊണ്ട് 13,700 ഒരു വാല്യൂ ആഡഡ് പാക്കേജിലേക്ക് ആ കസ്റ്റമറെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് അപ്പൊ തന്നെ 2,020 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും, സ്പോൺസർഷിപ്പ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. പ്ലസ് അദ്ദേഹത്തിന് 10,700 പ്രൊഡക്റ്റ് കൊടുത്താൽ മതി, താല്പര്യമില്ലെങ്കിൽ ബാക്കി 3 അൾട്രാ ജ്യൂസ് നമുക്ക് എടുക്കാനും നമുക്കത് മാർക്കറ്റിൽ റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പരമാവധി എല്ലാവരും ഇത് കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ ഇതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇങ്ങനെ പോകുമ്പോ എത്ര ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഓരോ ഡയറക്റ്റ് വരുന്നതിനും ഈ പറഞ്ഞ രീതിയിൽ 100 PVക്ക് 4,040 രൂപയും, 50 PVക്ക് 2,020 രൂപയും, 25 PVക്ക് 25 PVക്ക് 1,010 രൂപയും, 13 PVക്ക് 520 രൂപ കിട്ടും. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അറ്റ് പ്രസന്റ് നമ്മൾ നിലവിലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് പാക്കേജിലേക്ക് സൈറ്റ് അപ്ഗ്രേഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം കുറെ ആൾക്ക് കൺഫ്യൂഷനാണ്. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം, നമ്മളൊന്നും അപ്ഗ്രേഡ് ചെയ്യേണ്ട. എന്റെ ടോപ്പ് ഐഡി അന്ന് ഇപ്പോൾ ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ടോപ്പ് റാങ്കിൽ നിൽക്കുകയാണ്. അപ്പൊ എനിക്കും ഒരു പുതുതായിട്ട് ഒരു കസ്റ്റമറെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യാം. അപ്പൊ ഞാൻ ഒരു പുതുതായിട്ട് ഒരു കസ്റ്റമറെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്താൽ 100 PVയുടെ, അതായത് 100 PV ഏതാണ് പഴയ 19,300 പോകരുത് കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന വെച്ചാൽ അത് ചെയ്തിട്ട് പൈസ കിട്ടിയില്ല എന്നാരും പറയരുത്. ഇപ്പൊ വന്നിരിക്കുന്ന വാല്യൂ ആഡഡ് പാക്കേജിലുള്ള ഏതെങ്കിലും ഒരു പാക്കേജ് 100 PVയുടേതോ 50 PVയുടേതോ ഞാൻ റെഫർ ചെയ്താൽ എനിക്കും എത്ര കിട്ടും? 100 PV ആണ് ചെയ്തതെങ്കിൽ 4,040 രൂപ. അതുകൊണ്ട് ഇവിടെ പഴയ എല്ലാവർക്കും ഇപ്പൊ നിലവിലുള്ള ആളുകൾക്കും പുതിയ വാല്യൂ ആഡഡ് പാക്കേജ് നമ്മൾ എൻട്രി ചെയ്യിപ്പിച്ചാൽ നമുക്കും എത്ര കിട്ടും? 100 PVക്ക് 4,040 രൂപ കിട്ടും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 50 PV ആണെങ്കിൽ നമുക്കത് 2,020 രൂപ കിട്ടും അല്ലെ? 25 PV ആണെങ്കിൽ 1,010 രൂപ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇപ്പൊ നിലവിലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർക്കും ഒന്നും നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാതെ തന്നെ നമുക്ക് പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൊണ്ടുവരാം. അത് നമ്മൾ സ്പോൺസർ ചെയ്യുമ്പോൾ എക്സ്ട്രീം റൈറ്റ് എക്സ്ട്രീം ലെഫ്റ്റ് അവിടെയാണ് പോയി വീഴുള്ളൂ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതിനിടയിൽ ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, ഇന്നലെ സാറ് പ്രത്യേകം എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പുതുതായിട്ട് എൻട്രി അടിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ജീനിയസിൽ 50 വന്നു, അപ്പൊ 2,020 കിട്ടി. വിന്നറിൽ 50 വന്നു, 2,020 കിട്ടി. മൂന്നാമത്തെ ഒരു സ്പോൺസർഷിപ്പ് നമ്മൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും 2,020 രൂപ കിട്ടും, അപ്പൊ 6,500 കിട്ടും. എന്നാൽ നമ്മൾ ഈ 2 കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു അപ്ലൈന്റെ സ്പോൺസർഷിപ്പിൽ നമ്മുടെ ഡൗണിലേക്ക് ഒരു 50 PV വന്നു എന്ന് വിചാരിക്കാം. നമ്മൾ അറിയാതെ ഏതെങ്കിലും അപ്ലൈൻ വന്നു അവിടെ പ്ലേസ് ആയി വിചാരിക്കാം. ഇപ്പൊ 2 ഭാഗത്തും 50 വന്നിട്ടുണ്ട്, 4,040 രൂപ കിട്ടിയിട്ടുണ്ട്. ഒരു അപ്ലൈൻ സ്പോൺസർ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ സ്പോൺസർഷിപ്പിൽ നമ്മുടെ ഡൗൺലൈനിൽ വന്നിട്ട് പ്ലേസ് ആയിട്ടുണ്ട് ഒരു 50 PV എങ്കിൽ നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവും. മിനിയാന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല, നമ്മൾ തന്നെ 3 ഡയറക്റ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട്. ഇത് മുകളിൽ നിന്ന് സ്പില്ല് വന്ന് വീണാലും 100ഉം 50ഉം ആയി. ഈ സ്പില്ല് വന്ന് വീണതിന് നമുക്ക് എന്തേ കിട്ടുള്ളൂ? ഇല്ലേ, സാധാരണ അവയർനെസ് ബോണസേ കിട്ടുള്ളൂ. അപ്പൊ 2,020ഉം 2,020ഉം നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന 2,020, 250 PV കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 4,040 കിട്ടും. പ്ലസ് 150 കംപ്ലീറ്റ് ചെയ്ത വകയിൽ നമുക്ക് കിട്ടുന്ന 440 രൂപ. അപ്പൊ 4,040 പ്ലസ് 440 അത് കൂട്ടി നമുക്ക് എത്രയാണ്? അത്രയും എമൗണ്ട് ആണ് നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുകയും ചെയ്യും. ഓക്കെ ആണല്ലോ? അത് ഇന്നലെ വരുത്തിയ ഒരു മാറ്റമാണ്. ഇനി നമുക്ക് തന്നെ 3 ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് 3 സ്പോൺസർഷിപ്പ് ഇൻകം കിട്ടും. ഒരു സൈഡ് 100 PV കൊണ്ടുവരാൻ പറ്റി, അപ്പൊ തന്നെ 4,040 രൂപ വന്നു. അടുത്ത സൈഡിൽ 50 PV കൊണ്ടുവന്നു, അപ്പൊ നമുക്ക് എത്ര വന്നു അവിടെ? ഈ നേരത്തെ പറഞ്ഞ 6,440 കൂടി ചേർത്തിട്ട് 6,500 രൂപ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്നാലും സാർ എന്റെ PDF ഷെയർ ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഫാമിലി ബോണസ് എങ്ങനെയാണെന്നുള്ളതാണ്. ഫാമിലി ബോണസ് ഞാൻ പറഞ്ഞു ഇപ്പൊ ACTC അതേപോലെ കിട്ടും. ഇപ്പൊ ACTC നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് റെഫർ ചെയ്താൽ നമുക്ക് റെഫറൽ ബോണസ് ഉണ്ടാവില്ല. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് തെറ്റുകൂടാതെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു.
അപ്പൊ ഫാമിലി ബോണസ് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. 25 PV മാച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം 50 PV ചെയ്യുമ്പോൾ 3410 രൂപ കിട്ടും. 100 PV മാച്ച് ചെയ്യുമ്പോൾ 5940 രൂപ. അത് അതേപോലെ ആസിറ്റീസ് അങ്ങ് പോകും. ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഒരു കട്ട് ഓഫിൽ നമുക്ക് 1000 PV 1000 × 8 രൂപ 80 പൈസത്തിൽ 8800 രൂപയാണ് കിട്ടുക ഒരു കട്ട് ഓഫിൽ. ഫാമിലി ബോണസ് 5940 രൂപ കിട്ടും. 100 PV അല്ലെ, 100 PV നമ്മൾ മാക്സിമം 100 PV നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന് വിചാരിക്കാം. ഡയറക്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 4040 + 4040 8080 രൂപ കിട്ടും. ഫാമിലി അവയർനെസ് ബോണസ് 8800 രൂപ കിട്ടും. ഫാമിലി ബോണസ് 5940 രൂപ. നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു ടീം ബിസിനസ് ആണ്, നമുക്കറിയാം. ആ രീതിയിലാണ് അതിന്റെ ഇൻകം പോകുന്നത്. ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ഇൻകം. അടുത്തത് ഫീൽഡ് വർക്ക് ബോണസ് ആണ്. ഫീൽഡ് വർക്ക് ബോണസ് 1 ലക്ഷത്തിൽ താഴെ വരുമാനം കിട്ടിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുള്ളതാണ് ഫീൽഡ് വർക്ക് ബോണസ്. 1 ലക്ഷത്തിൽ താഴെ വരുമാനം കിട്ടിയ ആൾക്ക് മാത്രമാണ് ഇതിന് എലിജിബിലിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ്. എന്താണ് ഫീൽഡ് വർക്ക് ബോണസ്? നമ്മൾ ഫീൽഡിൽ ചെന്ന് ഇത് ബിസിനസിനെ കുറിച്ച് നല്ലൊരു അവയർനെസ് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഫീൽഡ് പോകാനുള്ള ഒരു എക്സ്പെൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് കമ്പനി ചെറിയൊരു സാമ്പത്തിക ആനുകൂല്യം നൽകുന്ന ഒരു പ്ലാനാണിത് ഫീൽഡ് വർക്ക് ബോണസ് എന്നത്. ഇത് 1 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് ബോട്ടം ലെവലിലാണ്. അപ്പം ബോട്ടം ലെവലിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ടീമിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പം ബോട്ടം ലെവലിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ, അപ്പൊ നമുക്ക് ഈ വരുമാനം ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് ലീഡേഴ്സ് അവിടെ അടങ്ങിയിരിക്കാൻ വേണ്ടി പാടില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ കൂടെ വന്ന ആൾക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കലാണ് അല്ലെ. അപ്പം ബോട്ടം ലെവലിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ അക്കൗണ്ടിലേക്കാണ് ഈ പറഞ്ഞ എമൗണ്ട് വരുന്നത്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, അത് 10 ദിവസം നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അന്ന് മുതലാണ് 10 ദിവസം. 10 ദിവസത്തിനുള്ളിൽ നമുക്കറിയാം 20 കട്ട് ഓഫ് ഉണ്ടാവും. ഈ 20 കട്ട് ഓഫിൽ ഏതെങ്കിലും 5 ദിവസം, തുടർച്ചയായിട്ട് 5 ദിവസം ആവാം, അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും 5 ദിവസം, അവസാനത്തെ 5 ദിവസമാവാം. തുടർച്ചയായി 5 ദിവസം രാവിലത്തെ കട്ട് ഓഫിലും രാത്രിയത്തെ കട്ട് ഓഫ്, 2 കട്ട് ഓഫ് ഉണ്ടല്ലോ നമുക്ക്, 5 AM 5 PM. ഈ കട്ട് ഓഫിൽ എന്ത് വേണം? മാച്ച് ചെയ്തിരിക്കണം. ഫാമിലി ബോണസ് മാച്ച് ചെയ്തിരിക്കണം. 100 PV 100 PV, രാവിലെ 100 PV മാച്ച് ചെയ്തു, വൈകിട്ട് 100 PV മാച്ച് ചെയ്തു. ഇനി രാവിലെ 100 PV മാച്ച് ചെയ്തു, വൈകിട്ട് 50 PV ആണ് മാച്ച് ചെയ്യുന്നെങ്കിൽ നമ്മളത് 50ന്റെ സ്ലാബിലേക്ക് പോകും. രാവിലെ 100, വൈകിട്ട് 100. പിറ്റേ ദിവസം ചെയ്യാൻ പറ്റിയില്ല, നോ പ്രോബ്ലം. വീണ്ടും 3ാമത്തെ ദിവസം രാവിലെ 100 PV മാച്ച് ചെയ്തു, വൈകിട്ട് രാത്രി 100 PV മാച്ച് ചെയ്തു. അങ്ങനെ ഏതെങ്കിലും 5 ദിവസം, 10 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും 5 ദിവസം, നിങ്ങൾ 4 ദിവസം അച്ചീവ് ചെയ്തു, 5ാമത്തെ ദിവസം ചെയ്യാൻ പറ്റിയില്ല, 10 ദിവസം തീർന്നു, ഒന്നും കിട്ടില്ല. കേട്ടില്ല, ഒരു ജോലിയും കിട്ടില്ല. അതിന്റെ പകുതി തരണം എന്ന് പറഞ്ഞാൽ കിട്ടില്ല. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് ചെയ്യാന്നുള്ളതാണ്. 10 ദിവസത്തിനുള്ളിൽ 5 ദിവസം അത് ലാപ്സായി, പിന്നെ വീണ്ടും അവിടെ നിന്ന് വീണ്ടും 10 ദിവസം സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും 10 ദിവസം. ഒരു മാസത്തിൽ 3 ചാൻസ് ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ 10 ദിവസത്തിനുള്ളിൽ 5 തവണ രാവിലെയും വൈകിട്ടും, രാവിലെയും 2 കട്ട് ഓഫിലും 100 PV ബിസിനസ് നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, നമുക്കറിയാം 100 PV വന്നു കഴിഞ്ഞാൽ നമുക്ക് അവയർനെസ് ഉണ്ടാവും, റെഫറൽ ഉണ്ടെങ്കിൽ റെഫറൽ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് ഓരോ കട്ട് ഓഫിലും രാവിലെ 100 PV മാച്ച് ചെയ്തു, നമുക്ക് 1500 രൂപ. ഉച്ചക്ക് 100 PV മാച്ച് ചെയ്തു, 1500 രൂപ. അപ്പൊ ഒരു ദിവസം എത്ര എക്സ്ട്രാ? 3000 rupees. അടുത്ത ദിവസം മാച്ച് ചെയ്തു 1500 രൂപ, അപ്പൊ 3000 രൂപ. 3 ദിവസം മാച്ച് ചെയ്തു 9000 രൂപ. 4 ദിവസം മാച്ച് ചെയ്തു 12000 രൂപ. 5 ദിവസം മാച്ച് ചെയ്തു 15000 രൂപ. ക്ലിയർ ആയില്ലേ? 10 ദിവസത്തിനകം 5 ദിവസം രാവിലെയും വൈകുന്നേരം ബിസിനസ് ഉണ്ടാവണം, 2 കട്ട് ഓഫിലും ബിസിനസ് ഉണ്ടാവണം. 100 PV മാച്ച് ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസവും 3000 രൂപ വെച്ചിട്ട് 15000 രൂപ നമുക്ക് എന്ത് കിട്ടുന്നു? ഫീൽഡ് വർക്ക് ബോണസ് ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾ 4 ദിവസം അച്ചീവ് ചെയ്തു, അപ്പൊ 3000 12000 ഉണ്ടല്ലോ, അത് കിട്ടുന്ന വെച്ചാൽ കിട്ടില്ല. കേട്ടില്ലേ? ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. 4 ദിവസം നിങ്ങൾ അച്ചീവ് ചെയ്ത, ആദ്യത്തെ ദിവസം 3000, 2ാമത്തെ ദിവസം 3000, 3ാമത്തെ ദിവസം 3000, 4ാമത്തെ ദിവസം 3000, 5ാമത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, 10 ദിവസം കഴിഞ്ഞു, അത് 0 ആയിട്ട് മാറും. ക്ലിയർ ആയല്ലോ അല്ലെ? സാറല്ലേ അങ്ങനെ പറഞ്ഞ് ഒരു ദിവസം 3000 കിട്ടുമെന്ന് പറഞ്ഞ്, അപ്പൊ 4 ദിവസം കൊണ്ട് എന്റെ 12000 എവിടെയെന്ന് ആരും ചോദിക്കേണ്ട, കിട്ടില്ല. ഇത് 5 തവണ 5 ദിവസമായിട്ട് അച്ചീവ് ചെയ്താൽ മാത്രമാണ് അതിന്റെ എലിജിബിലിറ്റി. അതൊക്കെ ആയിക്കോളും. കാരണം ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ
ഉറപ്പായിട്ടും ഈ ഫീൽഡ് വർക്ക് ബോണസ് വളരെ സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം അങ്ങനെയാണ് പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പഴയ പോലെ അല്ല. ഒരു റഫറൽ വരുമ്പോൾ കാശ് കിട്ടുമ്പോൾ ആളുകൾ പറന്ന് നടക്കും, പാറി പറന്ന് നടക്കും. ഇനി 100 PV മാച്ച് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചോ, 50-50 മാച്ച് ചെയ്യുന്നത്. ചെറിയ ബിസിനസ് 50-50 ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ 1500 പകരം അത് 750 രൂപയാകും. ഇപ്പൊ 2 കട്ട് ഓഫിനും കൂടി ചെയ്യുമ്പോൾ ഒരു ദിവസം 1500 രൂപയായിട്ട് മാറും. അങ്ങനെ 5 ദിവസം ചെയ്യുമ്പോൾ നമുക്ക് ഈ 15000 രൂപ എന്നുള്ളത് എത്രയായിട്ട് മാറും? അതിന്റെ പകുതി അല്ലെ? അപ്പൊ 7500 രൂപ നമുക്ക് കിട്ടുന്നുള്ളതാണ്. ഓക്കെ. ഇനി 25 PV ആണ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് 7500 പകുതി 3750 രൂപ കിട്ടും. ഇത് നന്നായിട്ട് നമുക്ക് ഫീൽഡിൽ ഓടി ഇറങ്ങി നടന്ന് വണ്ടി എടുത്ത് ഫീൽഡിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീൽഡ് വർക്ക് ബോണസാണ്. ഇതിങ്ങനെ ചെയ്യുന്ന അവസരത്തിലുണ്ടല്ലോ എല്ലാവർക്കും എന്താ പറയാ, പൂങ്കുല പോലെ ഇങ്ങനെ ബിസിനസ് അല്ലെ കുതിച്ചു വരിക. എല്ലാവർക്കും 2 നേരവും 2 കട്ട് ഓഫിലും സീലിംഗ് ആവാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഹ്യൂജ് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് ഫീൽഡ് വർക്ക് ബോണസിന്റെ പ്രത്യേകത. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അവസാനം എന്തെങ്കിലും നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, അതിനുള്ള സമയം തരാം. ഇതാണ് ഫീൽഡ് വർക്ക് ബോണസ് ഇന്നലെ അനൗൺസ് ചെയ്തതിൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് പറയും. കുറെ പേര് വെയിറ്റിംഗ് റൂമിൽ ഉണ്ടെന്നൊന്നില്ല അല്ല? ഓക്കെ, ഒരു മിനിറ്റ്. അടുത്തൊരു ഇൻകം നമ്മുടെ റീപർച്ചേസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അടുത്ത ഇൻകം നമുക്ക് ഇവിടെ വരുന്നത് റീപർച്ചേസ് ആണ്. നമുക്കറിയാം ഏറ്റവും ഒരു കമ്പനിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. A to Z ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് മുതൽ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് മുതൽ ഷാമ്പു മുതൽ അങ്ങോട്ട്, അതുപോലെ തന്നെ ഗ്രോസറി ഐറ്റംസ് എല്ലാം തന്നെ നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയാണ് സാർ. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ, ടെക്സ്റ്റൈൽ ഐറ്റംസ്, ജീൻസ്, ലേഡീസിന്റെ പിന്നെ എല്ലാ ഐറ്റംസും, ചുരിദാർ മെറ്റീരിയൽ, ചുരിദാർ, അതുപോലെ ടീഷർട്ടുകൾ, ജീൻസ്, പാൻസ്, കുട്ടികളുടെ ഉടുപ്പുകൾ, അതുപോലെ തന്നെ മാഗ്നറ്റ് ഇപ്പൊ നമുക്ക് വന്നു കഴിഞ്ഞു. അതെല്ലാം പാക്കേജിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെൽനസ് പ്രൊഡക്റ്റുകൾ, നിരവധി വെൽനസ് പ്രൊഡക്റ്റുകൾ, ഫുഡ് സപ്ലിമെന്റുകൾ എന്ന് വേണ്ട എല്ലാ വിധത്തിലുള്ള ഉൽപ്പന്നങ്ങളും, ബ്യൂട്ടി കെയർ ഐറ്റംസ് ഇതെല്ലാം വരികയാണ്. ഇതെല്ലാം തന്നെ ഓരോ കസ്റ്റമറും അവരവരുടെ ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ അവരുടെ ഐഡിക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അത് കയറി പർച്ചേസ് ചെയ്യാനല്ല, അവര് ടെക്നിക്കലായിട്ട് നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തു വരുമ്പോൾ വലിയൊരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ റീപർച്ചേസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമുക്ക് ഇവിടെ ഒരു ദിവസം 2 കട്ട് ഓഫ് ആണ് റീപർച്ചേസിലും. നമുക്കറിയാം 0.25 PV എന്ന് പറഞ്ഞാൽ നമ്മുടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം 1/4 PV എന്ന് പറയുന്നത് 0.25 PV. അതായത് ഒരു 1100 രൂപയുടെ പർച്ചേസ് മുതൽ അങ്ങോട്ട് ഒരു 2000 രൂപയുടെ പർച്ചേസ് വരെ നമുക്ക് 0.25 PV-യിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പർച്ചേസ് നമ്മൾ നടത്തിയാൽ മതി. എല്ലാ മാസവും നമ്മുടെ ആക്ടിവേഷൻ ഡേറ്റിലാണ് നമുക്ക് റീപർച്ചേസ് നടത്തേണ്ടത്. ആ ആക്ടിവേഷൻ ഡേറ്റിൽ റീപർച്ചേസ് നടത്തിയാൽ ഇന്ന് 10-ാം തീയതിയാണ് നമ്മൾ റീപർച്ചേസ് നടത്തുന്നതെങ്കിൽ 10-ാം തീയതി തന്നെ എല്ലാവരും നടത്തണം. ഇല്ലെങ്കിൽ നമ്മുടെ LRP പോയിന്റ് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫോറിൻ ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓരോ ഇൻകം വാങ്ങുമ്പോഴും അതിന്റെ 5%, നിങ്ങൾക്ക് 10,000 രൂപ ഇന്ന് ഇൻകം ഉണ്ടെങ്കിൽ 5,000 രൂപ 5%, 500 രൂപ നമ്മുടെ LRP-യിലേക്ക് കയറും. 1,00,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ 5,000 രൂപ LRP-യിലേക്ക് കയറും. അങ്ങനെ LRP പോയിന്റ് ഒരു സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 15,000 എത്തുമ്പോഴാണ് നമുക്കൊരു ഫോറിൻ ട്രിപ്പിന് എലിജിബിലിറ്റി ആകുന്നത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് റീപർച്ചേസ് നടത്തിയില്ലെങ്കിൽ ഓരോ മാസം കഴിയുന്തോറും അതിനകത്ത് വന്നിരിക്കുന്ന LRP പോയിന്റ് 0 ആയിട്ട് മാറും. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം, 0.25 PV-യുടെ റീപർച്ചേസ് അവരവരുടെ ആക്ടിവേഷൻ ഡേറ്റിൽ നടത്തണം. ഇപ്പൊ ഈ മാസം 10-ാം തീയതിയാണ് നമ്മുടെ ആക്ടിവേഷൻ ഡേറ്റ് എങ്കിൽ 10-ാം തീയതി പർച്ചേസ് ചെയ്താൽ അടുത്ത മാസം 10-ാം തീയതി അല്ല വരിക, അത് 2 ദിവസം മുന്നോട്ട് കയറി വരും. 30 ദിവസമാണ്. അത് നമ്മുടെ ഡാഷ്ബോർഡിൽ കാണിക്കുന്നുണ്ട്. മുമ്പ് ID തുറക്കുമ്പോൾ തന്നെ ഫ്രണ്ടിൽ കാണിക്കുന്നുണ്ട് എത്രാം തീയതിയാണ് ചെയ്യേണ്ടത്. ആ ഡേറ്റിന് പറ്റുന്ന തലേദിവസം ചെയ്തോളൂ, അല്ലെങ്കിൽ അന്നത്തെ ദിവസമെങ്കിലും ചെയ്യണം. തലേദിവസം ചെയ്യാനാണ് ഞാൻ എപ്പോഴും പറയാം. കാരണം എന്തെങ്കിലും എറർ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഒരിക്കലും വാഷ് ഔട്ട് ആവാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് എല്ലാവരും 0.25-യുടെ റീപർച്ചേസ് നമ്മുടെ ആ ഡാഷ്ബോർഡിൽ നോക്കിയിട്ട് 30 ദിവസം കൂടുമ്പോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ റീപർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം 0.25 PV-യുടെ പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുക. നമ്മുടെ ടീമിലുള്ള ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്കത് 0.25 PV മാച്ച് ചെയ്യുമ്പോൾ 157 രൂപ 50 പൈസയാണ് നമുക്ക് ക്രെഡിറ്റ് ആകുക. 157 രൂപ 50 പൈസ. അപ്പോൾ 4 ആള് പർച്ചേസ് ചെയ്യുമ്പോൾ അത് 630 രൂപയാവും. ഒരു PV-ക്ക് 630 രൂപ. അങ്ങനെ ഒരു കട്ട് ഓഫിൽ മാക്സിമം നമുക്ക് കിട്ടുന്നത് 100 PV-യാണ്.
100 PV എന്ന് പറയുമ്പോൾ 100 × 630 എന്ന് പറയുമ്പോൾ 63,000 രൂപയാണ് ഒരു കട്ട് ഓഫിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. 2 കട്ട് ഓഫ് ഉണ്ട് നമുക്കറിയാം പെർ ഡേ. അപ്പോ 1,26,000 രൂപ റീപർച്ചേസിലൂടെ നമുക്ക് വരുമാനം വാങ്ങിക്കാം. അതാണ് നമ്മുടെ ഇപ്പൊ നിലവിലുള്ള പ്ലാൻ എന്ന് പറയുന്നത്. എന്നാൽ നാളെ മുതൽ അത് മാറുകയാണ്. നാളെ മുതൽ നമുക്ക് ഒരു കട്ട് ഓഫിൽ 100 PV എന്നുള്ളതിന് പകരം 1,500 PV ആക്കി മാറ്റി. 1,500 PV. അപ്പൊ 1,500 PV ആണ് കട്ട് ഓഫിൽ വരിക. 1,500 × 630 എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 9,40,45,000 രൂപ ഒരു കട്ട് ഓഫിലത്തെ വരുമാനമാണ് പറയുന്നത്. ഒരു മാസത്തെ വരുമാനമല്ലേ. ഒരു കട്ട് ഓഫിൽ 9,40,45,000 രൂപ നമുക്ക് റീപർച്ചേസിലൂടെ വാങ്ങാം. നല്ല ടീമിന് ബിൽഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കട്ട് ഓഫിൽ നമുക്ക് വാങ്ങാം 9,40,45,000 രൂപ. അപ്പൊ അത്രയും 18,90,000 രൂപ ഒരു ദിവസം റീപർച്ചേസിലൂടെ വാങ്ങാൻ പറ്റുന്ന വേൾഡിലെ ഒരേ ഒരു കമ്പനിയുടെ പേരാണ് സുഹൃത്തുക്കളെ ഈ ബയോട്ടോറിയം. അഭിമാനിക്കാം നമുക്ക്. സാഗർ ജോഷി സാറിന് ബിഗ് കൺഗ്രാജുലേഷൻ. മനസ്സിലായ? ഒരു ദിവസം 18,90,000 രൂപ വാങ്ങാൻ പറ്റുന്ന റീപർച്ചേസിലൂടെ വാങ്ങാൻ പറ്റുന്ന ഒരു കമ്പനിയുടെ ഒരു ദിവസത്തെ കണക്കാ പറയണം, മാസത്തെ കണക്കല്ല. വീണ്ടും ആവർത്തിക്കുന്നു, മനസ്സിലാവാത്ത ആളുകൾ. ഒരു ദിവസം വാങ്ങാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ നമ്മൾ ഇത്രയൊക്കെ നടക്കുന്നു. ഇപ്പൊ ഉടനെ നാളെയും മറ്റന്നാളും വാങ്ങാനല്ല പറയുന്നത്. കമ്പനിയുടെ വിഷനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇത് വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റിയാണ്. ലോകം മുഴുവൻ സാർ പറഞ്ഞ 12 രാജ്യങ്ങളിൽ വരുന്ന 5 വർഷം കൊണ്ട് 2030 ലോഞ്ച് ചെയ്യപ്പെടുന്ന അതിശക്തമായ ഒരു കമ്പനിയുടെ ഭാഗമാണ് നമ്മൾ. അത്രയും വിശാലമായ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് സാഗർ സാർ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാഗർ സാർ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയാന്നുള്ളതാണ്. മനസ്സിലായ? അപ്പൊ വലിയ വലിയ പല കമ്പനികളിലും വർക്ക് ചെയ്യുന്ന ലീഡേഴ്സിനെ നമുക്ക് ഇതിനകത്തേക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ലീഡേഴ്സിനെ നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. എത്രമാത്രമാണ് നമ്മുടെ വിഷനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നിരവധി ഉൽപ്പന്നങ്ങൾ, ഏറ്റവും സെറ്റ് ഉൽപ്പന്നങ്ങൾ, ഇ കൊമേഴ്സ് പോലും നമ്മുടെ ഈ സൈറ്റിലൂടെ സാർ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ലിങ്ക് കൊടുത്ത് ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ റീപർച്ചേസ് കൊണ്ടുവരാൻ വേണ്ടി പോവാ. അതിലാണ് നമുക്ക് ഇൻകം കിട്ടാൻ വേണ്ടി പോകുന്നത്. ചിന്തിക്കാത്ത രീതിയിലുള്ള ഇൻകം. അതാണ് സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഭൂകമ്പം ഉണ്ടാകാൻ വേണ്ടി പോവാണെന്ന്. ഭൂകമ്പം എന്ന് പറയുമ്പോൾ നമ്മളൊരു കുലുക്കമാണ് അല്ലെ. എല്ലാം ഇടിഞ്ഞ് തകരല്ല പറഞ്ഞു. ഭൂകമ്പം ഒരു ചെറിയ കുലുക്കം ഉണ്ടാവും, ഭൂകമ്പം ഉണ്ടാവും അല്ലെ. അങ്ങനെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഒരു കുലുക്കം സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ച പുതിയ ഒരു അടിപൊളി തകർപ്പൻ കിടിലൻ പ്ലാനാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മളെ റീപർച്ചേസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോ കൂടുതൽ മെമ്പേഴ്സ് കൂടുതൽ പർച്ചേസ് ചെയ്യും, കൂടുതൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരും, അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം വരുന്നതാണ്. അപ്പോ ഒരു ദിവസം 18,90,000 രൂപ വാങ്ങാൻ പറ്റുമെങ്കിൽ ഒരു മാസം × 30 days നിങ്ങളുടെ മൊബൈലിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഒരു മാസം നിങ്ങൾക്ക് 5 കോടിയിൽ പരം രൂപ വാങ്ങാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. 5 കോടിയിൽ പരം, ഏകദേശം 5.5 കോടിയോളം രൂപ ഒരു മാസം റീപർച്ചേസിലൂടെ കൊടുക്കുന്ന വേൾഡിലെ ഒരേ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരാണ് ഈ ബയോട്ടോറിയം. ഒരു മാസം 5 കോടി രൂപ വാങ്ങാൻ പറ്റും. ഇന്നും നാളെയും ഒരു വർഷം കൊണ്ട് വാങ്ങാനല്ല ഞാൻ പറയുന്നത്. ഒരു 5 വർഷത്തെ പ്ലാനിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, 2030 ആകുമ്പോഴേക്കും ഈ 5 കോടി രൂപയിലേക്ക് എത്താൻ പുഷ്പം പോലെ സാധിക്കുന്നതാണ്. നമുക്കറിയാം പല കമ്പനികളിൽ നിന്ന് 30 ലക്ഷം 40 ലക്ഷമൊക്കെ റീപർച്ചേസ് ഇൻകം വാങ്ങുന്ന ലീഡേഴ്സ് ഉണ്ട്. അവരൊക്കെ 10 20 വർഷം കഠിനാധ്വാനം ചെയ്ത് ടീം ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് അവര് 20 30 വർഷം ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ കേവലം 3 4 5 വർഷം കൊണ്ട് ഒരു മാസം 5 കോടി രൂപ എന്ന് പറഞ്ഞ വലിയൊരു മാജിക്കൽ ഫിഗറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നത്. അതാണ് ഇവിടെ തിരിച്ചറിയേണ്ടത് സുഹൃത്തുക്കളെ. അപ്പൊ ഒരു വർഷം ഏകദേശം അല്ലെ 70 കോടി രൂപയോളം, 68 കോടി ഇല്ലേ, 98,50,000 രൂപ, കൃത്യമായിട്ട് കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 68 കോടി 98,50,000 രൂപ, ഏകദേശം 70 കോടി രൂപയോളം നമുക്ക് റീപർച്ചേസിലൂടെ നേടാൻ വേണ്ടി സാധിക്കുന്ന ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോമാണ് ബയോട്ടോറിയം. ഇത് എന്ത് വേണം? നല്ല ടീമിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇല്ലേ, അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കൂടെ നിങ്ങൾ നിന്നുകൊണ്ട് നല്ലൊരു ടീമിനെ, സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ ടീമിനെ സ്നേഹിച്ചുകൊണ്ട് നല്ലൊരു ടീമിനെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ സാധിക്കുമെങ്കിൽ ഒരു വർഷം 70 കോടി രൂപ റീപർച്ചേസിലൂടെ നേടാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രകമ്പനം കൊള്ളിക്കുന്ന, സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇല്ലേ, ഒരു ഭൂകമ്പമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലാക്കണം റീപർച്ചേസ്. ഓക്കെ, ഇനി റീപർച്ചേസിലേക്ക് വരുമ്പോ അടുത്ത മാസം മുതൽ സാർ ഇംപ്ലിമെന്റ് ചെയ്ത ചെറിയൊരു മാറ്റമുണ്ട്. നമുക്ക് ഒരു മാസം എത്ര രൂപ വരുമാനം കിട്ടുന്നുണ്ടോ അതിന്റെ ഒരു 7% ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഉണ്ടാവാൻ സാർ പറഞ്ഞിട്ടുണ്ട്. 7% ഉൽപ്പന്നങ്ങൾ നമ്മൾ റീപർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്.
ഈ മാസം ജനുവരി 31 ആകുമ്പോഴേക്കും നിങ്ങളുടെ ഈ മന്ത് ഇൻകം 1,00,000 രൂപ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ 7% എന്ന് പറഞ്ഞാൽ 7,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യണം. അത് കമ്പനി നമ്മുടെ വരുമാനത്തിന് അവിടെ കട്ട് ചെയ്ത് ഒന്നും പിടിക്കില്ല. എല്ലാ എമൗണ്ടും നമ്മുടെ അക്കൗണ്ടിലേക്ക് തരും സാർ. നമ്മൾ ആ സമയമാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ, അതായത് 1 ലക്ഷം വരുമാനം വാങ്ങിച്ചാൽ ഒരു 7,000 രൂപയുടെ പർച്ചേസ് നടത്തണം. 2 ലക്ഷം രൂപ ഒരു മാസത്തെ വരുമാനം ഉണ്ടെങ്കിൽ 14,000 രൂപയുടെ പർച്ചേസ് നടത്തണം. 3 ലക്ഷം ഉണ്ടെങ്കിൽ 21,000 രൂപയുടെ പർച്ചേസ് നടത്തുക എന്നുള്ളതാണ്. നമുക്കിവിടെ വരുമാനം വാങ്ങി എടുത്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഈ പർച്ചേസ് എന്താ ചെയ്യുന്നത്? വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്രോസറി വാങ്ങാം, ടെക്സ്റ്റൈൽ വാങ്ങാം, ബെഡ്ഷീറ്റ് വാങ്ങാം, വേസ്റ്റ് വാങ്ങാം, സോപ്പ് വാങ്ങാം, ഇല്ലേ, മാഗ്നറ്റിന്റെ ഷൂസ് വാങ്ങാം. അത് പല മോഡലുള്ളത് വരുന്നുണ്ട്. ലേഡീസിന്റെ ഉണ്ട്, ജെന്റ്സിന്റെ ഉണ്ട്. വാച്ച് വാങ്ങാം. എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, അല്ലെ? ഗോൾഡിന്റെ വാച്ചൊക്കെ കണ്ടില്ലേ, അത് 16,500 രൂപ കേട്ടോ. അതൊക്കെ നോക്കി പഠിക്കൂ. ഹസ്ബൻഡ് ആൻഡ് വൈഫിനുള്ള അടിപൊളി 24 കാരറ്റ് ഗോൾഡിന്റെ വാച്ച് കെട്ടി നടന്നുണ്ടല്ലോ. ഇനി എല്ലാ ബയോട്ടോറിയൽസിന്റെ കയ്യിലും ഒരു കയ്യിൽ റിസ്റ്റ് ബാൻഡും മറ്റേ കയ്യിൽ നമ്മുടെ വാച്ചും ഉണ്ടാവണം, ബ്രാൻഡായിട്ട്, അല്ലേ? എല്ലാവരും അതൊക്കെ അവസരമാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഒരു കയ്യിൽ വാച്ചും ഒരു കയ്യിൽ റിസ്റ്റ് ബാൻഡും. ഓക്കെ, അപ്പോ ഇതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. റീപർച്ചേസ്, ലേഡീസിന്റെ പാഡ്, സാനിറ്ററി പാഡ് എന്നും പറയാണ്ട് എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ടോ അതൊക്കെ നമുക്ക് റീപർച്ചേസിലൂടെ പർച്ചേസ്. ചുരുക്കി പറഞ്ഞാൽ 1,00,000 രൂപ കിട്ടുമ്പോൾ 7,000 രൂപയുടെ പർച്ചേസ്, 2 ലക്ഷം രൂപ കിട്ടുമ്പോൾ 14,000 രൂപയുടെ പർച്ചേസ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു കടയിൽ ചെന്നിട്ട് ഇനി പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പൊ എല്ലാവരും ഇതിനകത്തേക്ക് ചെയ്യും. അപ്പൊ എല്ലാവരും നമ്മുടെ ടീം ലീഡേഴ്സും ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 0.25 എന്നുള്ളത് ഇല്ലേ എത്രയായിട്ട് മാറും? 1 PVയിലേക്ക് വരും. 1 PVയിലേക്ക്, അതാണ് സാറിന്റെ വീക്ഷണം എന്ന് പറയുന്നത്. 1 PVയിലേക്ക് വരും. അപ്പൊ ഒരു 1,500 പേരുള്ള ഒരു ടീം നമുക്കുണ്ടെങ്കിൽ ഇല്ലേ, 1,500 പേര് ചെയ്യുമ്പോ എത്ര വരുന്ന ഞാൻ പറഞ്ഞത് നേരത്തെ? 9,45,000 രൂപ. മനസ്സിലായ? ഈ 1,500 പേരുള്ള ചെറിയ ടീം അല്ലെ, അത് എല്ലാവരും ഒരു രൂപ ആയിരിക്കണമെന്നില്ല. 2 ലക്ഷം ഉണ്ടെങ്കിൽ 14,000 രൂപയുടെ പർച്ചേസ് ചെയ്യണം. 3 ലക്ഷം ഉണ്ടെങ്കിൽ ഇല്ലേ. അപ്പൊ കൂടുതൽ വരുമാനത്തിലേക്ക് ആളുകൾ എത്തിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ റീപർച്ചേസ് ഇൻകം നമ്മളറിയാതെ ഹൈക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. മനസ്സിലായ? നല്ല ടീം ബിൽഡ് ചെയ്തിട്ട് അവർക്ക് കൂടുതൽ വരുമാനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമ്മളറിയാതെ മറ്റൊരു ഭാഗത്ത് റീപർച്ചേസ് ഇൻകം കൂടി വരികയാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് റീപർച്ചേസ് ഇൻകം കൂടുന്നു. കാരണം നമ്മുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് അവിടെ റീപർച്ചേസ് എല്ലാവരും എന്ത് ചെയ്യുന്നു? കൂടുതൽ റീപർച്ചേസ് അറിയാതെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ റീപർച്ചേസ് ഇൻകം പെട്ടെന്ന് കൂടാൻ വേണ്ടി സാധിക്കും. ഒരു 1,500 പേരുടെ ടീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു മാസം ഒരു 100 PV ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് 2 PV ഈ 1 PV ചെയ്യണം. 2 PV ചെയ്യുകയാണെങ്കിൽ എത്ര? 750 പേര് മതി. 3 PV ചെയ്യുകയാണെങ്കിൽ 300, 300 പേര് മതി. 5 PV ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ആളുകളുടെ എണ്ണം കുറെ മതി. അപ്പൊ ഒരു മാസം തന്നെ നമുക്ക് ചുരുങ്ങിയത് 10 ലക്ഷം രൂപയൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും അധികം സമയമൊന്നും വേണ്ടി വരില്ല സുഹൃത്തുക്കളെ. നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോ 7% നമുക്ക് നിർബന്ധമായിട്ടും അടുത്ത മാസം മുതൽ റീപർച്ചേസ് ചെയ്യണം. ഇനി വരുമാനം കുറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുമാനം കുറഞ്ഞ ആളുകളില്ല കേട്ടോ. ഇനി ആ വർത്താനം ആരും പറയരുത്. കാരണം ഒരു സെയിൽ നടത്തിയാലും കാശല്ലേ. മനസ്സിലായ? നിങ്ങൾ പോയിട്ട് 100 PVയുടെ കച്ചവടം ആരും വേണ്ട, ഒരു ലീഡർ നിങ്ങളുടെ കൂടെ വേണ്ട. 100 PVയുടെ ഒരു പ്രൊഡക്റ്റ് ഏതാണ്? വാല്യൂ ആഡഡ് പാക്കേജ് കൊടുക്കണം. കിട്ടില്ലേ? പഴയ 19,300 എടുത്താൽ കിട്ടത്തില്ല. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, വാല്യൂ ആഡഡ് പാക്കേജിൽ ഒരു 100 PVയുടെ ബിസിനസ് ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 4,400 രൂപ വന്നില്ലേ? ഒരു ടൈം ലിമിറ്റും ഇല്ലല്ലോ അതിന്. ഒന്നും മാച്ചിങ് വേണ്ടല്ലോ. എത്ര വേണം നിങ്ങൾക്ക് ഡയറക്റ്റ് കൊടുത്താൽ ഓരോ 100 PVക്ക് 4,040 രൂപ. അപ്പോൾ വരുമാനത്തിന്റെ കളിയാണ്. അപ്പൊ എല്ലാവരുടെയും ഇൻകം കൂടും. എല്ലാവരുടെയും ഇൻകം കൂടുന്നതിനനുസരിച്ച് 7% നമ്മൾ റീപർച്ചേസ്. ഞാൻ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി വരുമാനം കുറഞ്ഞ ആളുകൾ ഉണ്ടെന്നിരിക്കാം, ചില കാരണവശാൽ മാർക്ക് ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് 0.25 PV ചെയ്താൽ മതി. അവർക്ക് കൂടുതൽ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ട് ആരും വറീഡ് ആവേണ്ട ആവശ്യമില്ല. ക്ലിയർ എന്നായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതാണ് അടുത്ത ഇൻകം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇൻകം, ഇങ്ങനെ നമ്മൾ റീപർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഐഡിയിലൂടെ ഒരു 1 PV പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. മോർ ദാൻ 1 PV, ഒരു PV മുതൽ മേൽപോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഒരു 1 PV ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. 1 PV ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു PVയിൽ താഴെ പർച്ചേസ് ചെയ്തവർക്ക് അതിനകത്ത് പെടാൻ പറ്റില്ല. ആ ക്ലബിലേക്ക് അവർക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. 1 PV റീപർച്ചേസ് ചെയ്തവർ ഒരു ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ടോട്ടൽ കമ്പനിയിൽ റീപർച്ചേസ് ഇൻകം എത്രയുണ്ടോ, കമ്പനിയുടെ പ്രോഫിറ്റ് എത്രയുണ്ടോ, അതിന്റെ ഒരു സർട്ടൻ പെർസെന്റേജ് എമൗണ്ട് ഈ 1 PV അച്ചീവേഴ്സിന് ഈക്വൽ ആയിട്ട് എല്ലാ മാസവും
ഡിവൈഡ് ചെയ്ത് കൊടുക്കും, ഒരു റോയൽറ്റി ബോണസ് പോലെ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ ഓൺ ഐഡിയിൽ ഒരു PV പർച്ചേസ് നിങ്ങൾ ഒരു മാസം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു PV പർച്ചേസ് നടത്തുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഒരു ക്ലബ് ഉണ്ടാക്കും. ആ ക്ലബിലേക്ക് നമുക്ക് എൻട്രി കിട്ടും. ആ മാസം കമ്പനിയിൽ റീപർച്ചേസ് ടോട്ടൽ പ്രോഫിറ്റ് എത്രയുണ്ടോ, പ്രോഫിറ്റ് ആണ് കമ്പനിയുടെ റീപർച്ചേസിന്റെ പ്രോഫിറ്റിന്റെ ഒരു സർട്ടൻ പെർസെന്റേജ്, ആ പെർസെന്റേജ് സാറ് ഡിക്ലെയർ ചെയ്തിട്ടില്ല, അടുത്ത ദിവസം ഡിക്ലെയർ ചെയ്യും. ആ സർട്ടൻ പെർസെന്റേജ് എമൗണ്ട് ഇവർക്ക് എല്ലാവർക്കും കൂടെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു എമൗണ്ട്, ഒരു ജോലിക്ക് പോയിട്ട് കിട്ടുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ വരുമാനം നമുക്ക് ഈ ഒരു 1 lakh ക്ലബ് സോറി 1 PV ക്ലബിലേക്ക് എത്തിയാൽ റോയൽറ്റി ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമ്മളിന്നൊക്കെ അറിയാതെ വരുന്ന ഇൻകമാണ് നോക്കണം. നമ്മൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഇൻകം എല്ലാവരും കേൾക്കാൻ തയ്യാറാണല്ലോ അല്ലെ? അടുത്ത ഇൻകത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്, ഒരു 50 ലക്ഷം രൂപ വരുമാനം വാങ്ങിച്ച ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം, 50 ലക്ഷം രൂപയാണ് അടുത്ത ക്രൈറ്റീരിയ. ഓക്കെ, 50 ലക്ഷം രൂപ വരുമാനം വാങ്ങിച്ച ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം റീപർച്ചേസ് ടോട്ടൽ കമ്പനിയിൽ നടക്കുന്ന റീപർച്ചേസിന്റെ പ്രോഫിറ്റിന്റെ 25% 25% ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുള്ളതാണ്. എല്ലാവരും 50ലേക്ക് എത്തുക. 50ലേക്ക് എത്താൻ വേണ്ടി കുറെ ലീഡേഴ്സ് ഇപ്പൊ തന്നെ കേരളത്തിലുണ്ട്. നമ്മുടെ ഡാനി സാർ ഓൾറെഡി 1 CR അച്ചീവർ ആണ്. ഷാജി സാർ ഓൾറെഡി 50 ലക്ഷം കഴിഞ്ഞ ലീഡറാണ്. ബെന്നി സാർ 50 ലക്ഷം കഴിഞ്ഞ ലീഡറാണ്. എല്ലാവരുടെയും പേര് പറഞ്ഞാൽ ഒത്തിരി ആളുകൾ ഇപ്പൊ 35, 40 ഒക്കെ ആയി നിൽക്കുന്ന ലീഡേഴ്സ് ഉണ്ട്. ഇത് പാൻ കാർഡ് ബേസ് ആണ്. അപ്പോ അതിനകത്തേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും 50 ലക്ഷം എപ്പോഴാണോ ടച്ച് ചെയ്യുന്നത്, അതുകൊണ്ട് 50 ലക്ഷം പിടിക്കാൻ വേണ്ടി എല്ലാവരും ഓടുക എന്നുള്ളത് ഒരു മൈൽ സ്റ്റോൺ വെച്ചിട്ടുണ്ട് സാർ. 50 ലക്ഷം പെട്ടെന്ന് അച്ചീവ് ചെയ്യാന്നുള്ളത്. അപ്പൊ 50 ലക്ഷം അച്ചീവ് ചെയ്ത എല്ലാ ലീഡേഴ്സിനും റീപർച്ചേസ് ടോട്ടൽ കമ്പനിയുടെ റീപർച്ചേസിന്റെ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നും 25% എല്ലാ മാസവും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും റോയൽറ്റി ബോണസ് എന്നുള്ള നിലയിൽ. അതൊരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടാകും കേട്ടോ. കാരണം അത് ആളുകൾ കുറവായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അതൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് അടുത്ത വരുമാനം എന്ന് പറയുന്നത്. ഏകദേശം വരുമാനങ്ങളെ കുറിച്ചെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വരുമാനമാണ്, ഒരു ഇൻകം പ്ലാനാണ്, ഒരു ബൂസ്റ്റർ പ്ലാനാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം സാഗർ ജോഷി സാറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ബൂസ്റ്റർ മാനാണ്. അദ്ദേഹം എന്താണ് പറയാ നമ്മള് അല്ലെ, ഒരു കമ്പ്യൂട്ടർ മാനാണ്, ഒരു മാഗ്നറ്റിക് മാനാണ് അദ്ദേഹം അല്ലെ. ഒരു സംശയവും വേണ്ട, അദ്ദേഹത്തിന് മാത്രമേ ഇങ്ങനെയുള്ള ഒരു ധമാക്ക പ്ലാൻ ഡിസൈൻ ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എത്രയോ എനർജി കൂടിയിരിക്കുന്നു ഇവിടെ. വയട്ടൂരിൽ നിർത്തിപ്പോയ ആളുകളുണ്ട്. അവരിലേക്ക് തന്നെ നമ്മൾ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കമ്പനിയിൽ വർക്ക് ചെയ്ത് ചില ആളുകൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് മാറിപ്പോയ ആളുകളൊക്കെ ഉണ്ട്. അവരിൽ നിന്ന് നിങ്ങൾ ചെന്ന് കണ്ട് ഈ വയട്ടൂരത്തിന്റെ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പുതിയ ഇൻകം പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ന് നിലവിലെ മാർക്കറ്റിലുള്ള പ്ലാനൊക്കെ നമുക്ക് നോക്കി അറിയാം. ഒരു 10,000 രൂപയുടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആ 10,000 രൂപ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ ബിസിനസ് കൊടുക്കേണ്ട സാഹചര്യമാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. ഒരു 10,000 രൂപയുടെ എൻട്രി എടുത്ത് വരുന്ന ഒരു പുതിയ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടണമെങ്കിൽ 2 ലക്ഷം രൂപയുടെ ബിസിനസ് കൊടുക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറും ഇല്ലേ ഒരു 6,800 രൂപയുടെ അൾട്രാഗോറി വാങ്ങിക്കൊണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു 10,000 രൂപയുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് ഒരു 11,500 രൂപയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ലേഡീസിന്റെ പാഡ്, സാനിറ്ററി പാഡ് എടുത്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വന്നാൽ പോലും ഒരു 2 ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 200 PV ചെയ്താൽ പോലും നമുക്ക് 4,400 4,400 8,800 നമ്മള് ഇൻവെസ്റ്റ് ചെയ്ത കാശ് അതേപോലെ തിരിച്ചു കിട്ടുകയാണ്. ഏകദേശം 8,800 രൂപ കിട്ടും ഇല്ലേ. വീണ്ടും ഒരു 100 PV ചെയ്താൽ അവിടെ 12,000 രൂപയും പ്ലസ് ഇല്ലേ 440 രൂപയും കൂടി ചേർന്നിട്ട് ഏകദേശം 12,000 ചില്ലായിരം രൂപ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന ഒരു സംവിധാനം. വെറും 3 കസ്റ്റമറിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്താൽ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടുന്ന ഒരേ ഒരു കമ്പനി വേൾഡിൽ ഉണ്ടെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ ആ കമ്പനിയുടെ പേരാണ് ഈ വയട്ടോറിയം എന്ന് പറയും. അതുകൊണ്ട് പ്ലാന്റെ മഹത്വം നിങ്ങൾ തിരിച്ചറിയുക. ഇത്രയും നല്ലൊരു ധമാക്ക പ്ലാൻ 2026 വേറൊരു കമ്പനിക്കും ഒരു സ്വപ്നം കാണാൻ പോലും ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അത്രയും നല്ല പ്ലാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി വിശ്രമമില്ല എന്നുള്ളതാണ്. ഇത്രയും നാള് നമ്മൾ പറഞ്ഞിരുന്ന ഒരു 1 year 1 CR എന്നാണെങ്കിൽ
നമുക്ക് ഇപ്പൊ മനസ്സിലായി 1 ഇയർ നമുക്ക് റീപർച്ചേസിലൂടെ മാത്രം 70 കോടി രൂപ നേടാൻ വേണ്ടി സാധിക്കുന്നതാണ്. റീപർച്ചേസിൽ 1 ഇയർ 1 CR എന്നുള്ളത് 70 കോടിയിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാൻ വേണ്ടി സാധിച്ചിരുന്നെങ്കിൽ, നമ്മളെ ചിന്ത മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കണം ഇതിന്റെ ഡെപ്ത്. ഇനിയുള്ള വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ പ്ലാനിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. ഈ പ്ലാനിനെ കുറിച്ച് മാത്രം നിങ്ങൾ ക്ലാസ് എടുക്കുക. വേറെ എല്ലാ ക്ലാസ്സുകളും തൽക്കാലം നിർത്തിവെക്കും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. എല്ലാ ലീഡേഴ്സും ഇത് പഠിച്ചുകൊണ്ട് അവരുടെ ചെറിയ ചെറിയ ടീമിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഹോം മീറ്റിംഗ് ആയാലും ടീം മീറ്റിംഗ് ആയാലും POPകളായാലും സൂം മീറ്റിംഗ് ആയാലും ഓരോ ലീഡേഴ്സും പഠിച്ചുകൊണ്ട് അവരുടെ ടീമിലേക്ക് ഈ പ്ലാൻ, ഇന്ന് PPT വരും, PPT വന്ന് നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് പഠിപ്പിക്കാൻ തയ്യാറാകുക. അതിനാണ് എല്ലാ ലീഡേഴ്സും തയ്യാറാകേണ്ടത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് വാട്സപ്പിലൂടെ ചോദിക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു അവസരം ഞാൻ തരാം. പ്ലാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടിയാണ് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ് എനിക്ക് വിനയത്തോടെ എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഹൈലൈറ്റ്സ് പോയിന്റ്സ്. ഒന്നും കൂടി ഞാൻ പെട്ടെന്ന് അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നും കൂടി ടച്ച് ചെയ്യുന്ന രീതിയിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്ന്, ഫസ്റ്റ് ക്രൈറ്റീരിയ, ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ വന്നു, അദ്ദേഹം നമ്മുടെ വാല്യൂ ആഡഡ് പാക്കേജ് എടുക്കണം. അതിന് കൂടെ ഒറ്റ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മുടെ പഴയ പിന്നെടുത്ത് വെച്ച ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇന്ന് ആക്ടിവേറ്റ് ചെയ്യണം. ഇന്ന് 6 മണി, ഇന്ന് 6-ാം തീയതിയാണ്, ഇന്ന് ആക്ടിവേറ്റ് ചെയ്യണം. ഇന്ന് ആക്ടിവേറ്റ് ചെയ്യാതെ ആ പിന്നെ അവിടെ വെച്ചിട്ട് ഫാമിലി ബോണസിന് കാത്തു വെച്ച് കഴിഞ്ഞാൽ നാളെ ആണ് നിങ്ങൾ 7-ാം തീയതിക്ക് ശേഷം, അതായത് നാളെ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നീട് ഒരാളെ റെഫർ ചെയ്താൽ റെഫറൽ ബോണസ് കിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ആരെങ്കിലും പിന്നെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നാളെയാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പാവത്തിന് അദ്ദേഹം ഒരു വാല്യൂ ആഡഡ് പാക്കേജ് കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന് റെഫറൽ ബോണസ് കിട്ടില്ല. അവസാനം ലീഡറായിട്ട് അയാൾ മുടക്കേണ്ടി വരും. ക്ലിയർ ആയല്ലോ? ഇനി അഥവാ അദ്ദേഹത്തിന് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് എടുത്തുന്ന നമ്മുടെ റെഫറൽ ബോണസ് കിട്ടണമെങ്കിൽ അദ്ദേഹം 3600 രൂപ കൊടുത്തിട്ട് ആ ID അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. പഴയ പിന്നുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. മറ്റൊരാൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇന്ന് തന്നെ അത് ആക്ടിവേറ്റ് ചെയ്ത് വിട്ടേക്കുക. ഓക്കെ, നാളെ ആക്ടിവേറ്റ് ചെയ്ത് സാറ് അങ്ങനെ പിന്നെ ആരും വിളിക്കാൻ നിൽക്കണ്ട. ഒരു കാരണവശാലും ഒന്നും നടക്കില്ല. ഇന്ന് ആക്ടിവേറ്റ് ചെയ്യണം. ഇന്ന് ആക്ടിവേറ്റ് ചെയ്യണം IDs എല്ലാം. ഇന്ന് ആക്ടിവേറ്റ് ചെയ്യാത്ത ആളുകൾ ആക്ടിവേറ്റ് ചെയ്താൽ 3600 കൊടുത്തിട്ട് അവർ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ അവർക്ക് റെഫറൽ ബോണസ് ഒക്കെ കിട്ടുള്ളൂ. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ വന്നു. ഏത് പാക്കേജ് എടുത്ത് പർച്ചേസ് ചെയ്താലും കുഴപ്പമില്ല. VIP-യിലായിരിക്കണം എടുക്കേണ്ടത്. VIP-യിൽ എടുത്ത ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം 13 VO റെഫർ ചെയ്താൽ 525 രൂപ ഒരാളെ കൊണ്ടുവന്നാൽ മതി. 25 PV ആണ് റെഫർ ചെയ്യുന്നതെങ്കിൽ എത്ര കിട്ടും? 1010 രൂപ. 50 PV ആണ് റെഫർ ചെയ്യുന്നതെങ്കിൽ 2020 രൂപ. 100 PV ആണ് റെഫർ ചെയ്യുന്നതെങ്കിൽ 4040 രൂപ. ഒരു കസ്റ്റമറെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ പോലും അടുത്ത കട്ട് ഓഫിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് വരുന്നു. ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട പോയിന്റ്. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു സെയിൽ നടത്തിയാൽ പോലും ഈ റെഫറൽ ബോണസ് കൊടുക്കുന്ന ഒരേ ഒരു കമ്പനിയുടെ പേരാണ് ഈ ബഹട്ടോറിയം. അത് നെക്സ്റ്റ് കട്ട് ഓഫിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ക്ലിയർ ആയല്ലോ ഇല്ലേ? ഇങ്ങനെ നമ്മുടെ ക്രൈറ്റീരിയ 150 PV കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 440 പകരം നമുക്ക് കിട്ടുന്നത് 6500 രൂപ ഇല്ലേ? ചിന്തിക്കണം. 440 6500 രൂപയായിട്ട് മാറുക. അതിന്റെ ഗ്രോത്ത് എത്ര പെർസെന്റേജ് ആണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ? ചിന്തിച്ചു നോക്കിയാൽ മതി, ഒന്ന് കണക്കൂട്ടി നോക്കിയാൽ മതി. ഈ പ്രോഗ്രാം കഴിഞ്ഞു. ക്ലിയർ അല്ലേ? 440 രൂപ 6500 രൂപയായിട്ട് മാറുകയാണ്. സാറേ ഇതെല്ലാം സൈറ്റിൽ വന്നോ സാറേ? സാർ ഇതെല്ലാം നാളെ മുതൽ ഇംപ്ലിമെന്റ്, 7-ാം തീയതി മുതൽ ഇംപ്ലിമെന്റ് ആണ്. നാളെ രാവിലെ ഉള്ള കട്ട് ഓഫ് മുതൽ തുടങ്ങും. നാളെ 7-ാം തീയതി അല്ലേ? നാളെ രാവിലെ സ്റ്റാർട്ട്. നാളെ രാവിലെ അതിന്റെ PDF സംശയം ചോദിക്കാൻ അവസരം തരാം. അതിന്റെ PDF ഇന്ന് വരും. നാളെ മുതൽ ഇംപ്ലിമെന്റ് ആണ്. 7-ാം തീയതി മുതൽ അതിനകത്ത് പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. നാളെ മുതൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും അല്ലേ? പിന്നെ ഫാമിലി ബോണസ് നമ്മൾ പറഞ്ഞു. ആരും ഇനി പിടിച്ചു വെക്കരുത്. ബിസിനസ് വരുന്ന ബിസിനസ് അപ്പ എൻട്രി ചെയ്തേക്ക് വിട്ടേക്കുക. എൻട്രി എവിടെയെന്നങ്ങ് ചെയ്ത് വിട്ടേക്കുക. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ നമ്മുടെ ഡൗൺലൈനിലുള്ള ലീഡേഴ്സ് വർക്ക് ചെയ്യുന്നതനുസരിച്ച് അപ്ലൈൻ ലീഡേഴ്സിന് എപ്പോൾ ഏത് സമയത്തും PV യോടെ കയറിക്കൊണ്ടിരിക്കും. ഒരു 4400 വെച്ച് 100 PVക്ക് നമുക്ക് റെഫറൽ ബോണസ് കിട്ടുകയാണ്. അതേപോലെ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ഡയറക്റ്റ് ഒരേ സമയത്ത് വെക്കാൻ വേണ്ടി സാധിച്ചാൽ 100 PV മാച്ച് ചെയ്യുമ്പോൾ 4400 ഒരു സൈഡ്, 4400 മറ്റേ സൈഡ് റെഫറൽ ബോണസ് പ്ലസ് ഫാമിലി ബോണസ് 5940 രൂപ അടിപൊളിയായിട്ട് കിട്ടും. ഇന്നലെ കഴിഞ്ഞ ദിവസം സാർ ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 59,000 രൂപയുടെ ഒരു പാക്കേജ്. 59,000 രൂപയുടെ പാക്കേജ് എടുക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം 1,02,000 രൂപയുടെ പ്രൊഡക്റ്റ് ഓൺ ദ സ്പോട്ട് കൊടുക്കുകയാണ്. 1,02,000 പ്രൊഡക്റ്റ് 59,000. നിങ്ങളൊരു 59,000 ഒരു ഡിസ്ട്രിബ്യൂട്ടറെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ
12,000 സംതിങ് രൂപ സ്പോൺസർഷിപ്പ് കിട്ടും. മറ്റേ സൈഡിലേക്ക് ഒരു 59,000 ചെയ്യാൻ പറ്റിയ 12,000 സംതിങ് ഉണ്ട്. അത് മാച്ചും കൂടി ചെയ്യുമ്പോൾ അതിന്റെ ഫാമിലി ബോണസ് ഉൾപ്പെടെ ചേർത്താൽ 33,000 സംതിങ് രൂപ കിട്ടും നമുക്ക്. 259 ബിസിനസ് ചെയ്യാൻ വരുന്ന ആളുകൾ. അതായത് ക്ലാസ് കസ്റ്റമറിലേക്ക് ചെല്ലുക എന്നുള്ളതാണ് സാർ പറഞ്ഞിരിക്കുന്നത്. ക്ലാസ് കസ്റ്റമറിലേക്ക് അവരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് 4 മാട്രസ് പാഡ് ഉണ്ടാവും, അതേപോലെ തന്നെ മാഗ്നറ്റിന്റെ ഷൂ ഉണ്ടാവും, അവർക്ക് അൾട്രാവറി ജ്യൂസ് ഉണ്ടാവും, മോർ പവർ ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർത്ത് പറഞ്ഞാൽ വീട്ടിലേക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു എന്താ പറയാ അല്ലെ ഒരു പാക്കേജ് ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. നമ്മൾ ക്ലാസ് പീപ്പിളിലേക്ക് 59,000 ഒക്കെ ആരൊക്കെ എടുക്കുന്ന പറയുമ്പോൾ നമ്മുടെ ബോട്ടം ലെവലിലേക്ക് നോക്കല്ലേ. നമ്മൾ കുറച്ച് മുകളിലോട്ട് നമുക്ക് ചിന്തിക്കുക. ഈ സമൂഹത്തിൽ ഉന്നതന്മാരിലേക്ക് നിങ്ങൾ പോകും, അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഇതെല്ലാം നല്ലതാണെന്ന് പറയുമ്പോൾ അവർ 59,000 രൂപ അവർക്ക് പ്രശ്നമില്ല. ഓൺ ദ സ്പോട്ടിൽ അവർ ചെക്ക് എഴുതി തരും, മനസ്സിലായ? അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. കുറച്ചും കൂടെ ക്ലാസ് ലെവലിലേക്ക് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകളിലേക്ക് നമുക്ക് ഇറങ്ങാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. ആരും 59,000 രൂപ വാങ്ങിക്കുക, ഒരു സംശയം വേണ്ട. അതൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കൺട്രോൾ നിങ്ങൾ വരും ദിവസങ്ങളിൽ അതൊക്കെ ചെയ്തിട്ട് ഡയറക്റ്റ് 2 പേരെ സ്പോൺസർ ചെയ്യുമ്പോഴേക്കും 33,000 രൂപ കിട്ടും. 2 പേര് ഒരു ദിവസം തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ഇല്ലേ? ഓരോ ദിവസങ്ങളിലായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ ക്ലാസ് കസ്റ്റമറിലേക്ക് ചെല്ലാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ ആ രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. റീപർച്ചേസിംഗ് ഞാൻ പറഞ്ഞു 100 PV എന്ന് 1,500 PV ആക്കി ഒരു ദിവസം നമുക്ക് 19,50,000 രൂപ അല്ലെ 19,50,000 വരെ 18,50,000 വരെ വാങ്ങിക്കാൻ പറ്റുന്ന സാഹചര്യം. ഒരു വർഷം 70 കോടിയോളം രൂപ വാങ്ങാൻ പറ്റുന്ന സാഹചര്യം റീപർച്ചേസിൽ വന്നു. പിന്നെ 1 ക്ലബ്ബ്, അത് 1 PV പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഒരു 1 PV ക്ലബ്ബ് ഉണ്ടാവും. ടോട്ടൽ നടക്കുന്ന കമ്പനിയുടെ റീപർച്ചേസ് പ്രോഫിറ്റ് ഒരു സർട്ടൻ പെർസെന്റേജ് എല്ലാ മാസവും റോയൽറ്റി ബോണസ് ആയിട്ട് കിട്ടും. 50 ലക്ഷം അച്ചീവ് ചെയ്ത എല്ലാ ലീഡേഴ്സിനും റോയൽറ്റി ബോണസ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഹ്യൂജ് ഇൻകം, ലക്ഷക്കണക്കിന് രൂപ അതിലൂടെ നമുക്ക് വാങ്ങാൻ വേണ്ടി. ഒരു സംശയം വേണ്ട. ഒരു മാസം ചുരുങ്ങിയത് 1 ലക്ഷത്തിൽ കൂടുതൽ രൂപ നമുക്ക് റോയൽറ്റി ബോണസ് എന്നുള്ള നിലയിൽ 50 ലക്ഷം അച്ചീവ് ചെയ്ത ലീഡേഴ്സിന് ഉണ്ടാവും. അത് ടോട്ടൽ റീപർച്ചേസിന്റെ പ്രോഫിറ്റിന്റെ 25% ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പ്രതീക്ഷയോടെ വന്നോ അതിന്റെ ഇരട്ടി 100 ഇരട്ടി നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലൊരു ധമാക്ക ഓഫറാണ് കിട്ടിയിരിക്കുന്നത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇനിയും വിശ്രമിക്കാതെ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ 2026 അവസാനിക്കുമ്പോ ബയോട്ടോറിയത്തിൽ ഇന്ത്യയിൽ 1000കണക്കിന് കോടീശ്വരന്മാരുണ്ടാവും. ഒരു സംശയം വേണ്ട, നമ്മൾ ഒട്ടും പിറകിലല്ല. കേരളത്തിൽ 100 കണക്കിന് കോടീശ്വരന്മാരെ നമുക്ക് ബയോട്ടോറിയത്തിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു സംശയം വേണ്ട. ഞാൻ ഇന്നലെ സാഗർ സാറായിട്ട് സംസാരിച്ചു. ഞാൻ ഇന്നലെ ആ മീറ്റിംഗിൽ പറഞ്ഞ പോലെ ഒരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ഉടനെ ഡിസൈൻ ചെയ്യാണ്. ഒരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് സാർ എന്നോട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. നല്ല അവയർനെസ് കൊടുക്കുന്ന ഒരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാം കേരളത്തിൽ അടുത്ത ദിവസം ഡേറ്റ് അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാ ടീമിനെയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുതലുള്ള എല്ലാ ടീം ലീഡേഴ്സിനെയും ഒന്നിച്ചിരുത്തിക്കൊണ്ടുള്ള വലിയൊരു മെഗാ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്താണ്. 1 ഡേ പ്രോഗ്രാമാണ്. നല്ലൊരു ട്രെയിനറെ കേരളത്തിൽ നമ്മൾ സെലക്ട് ചെയ്യും, അദ്ദേഹത്തെ കൊണ്ടുവരും. സാഗർ സാർ കുടുംബസമേതം രാവിലെ 10 മണി മുതൽ ആ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്നവരെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. ബയോട്ടോറിയം തീർന്നു എന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പൊ തീർന്നിരിക്കുന്നത്. ബയോട്ടോറിയത്തെ തകർക്കാൻ വേണ്ടി ആർക്കും സാധിക്കില്ല എന്റെ പോലെ സുഹൃത്തുക്കളെ. അത്രയും ശക്തമായ സ്ട്രോങ് ആയ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആവേശത്തോടു കൂടി ജനങ്ങളിലേക്ക് പറയാനും ഇൻകം പ്ലാനിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാനും നിങ്ങൾക്ക് സാധിക്കും. നമ്മളെ വേദനിക്കുന്ന ഹൃദയങ്ങളെ, സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന ഹൃദയങ്ങളെ, ഇല്ലേ, ഇനി എന്താ എന്റെ ദൈവമേ, ഇനി എന്താ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് ചിന്തിച്ച് വേദനിക്കുന്ന, ഇല്ലേ, ജപ്തി ഭീഷണി നേരിടുന്ന, കടബാധ്യതകൾ നേരിടുന്ന, കുട്ടികളെ പഠിപ്പിക്കാൻ കാശില്ലാതെ, മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പണമില്ലാതെ, വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്ന നിരവധി വേദനിക്കുന്ന ഹൃദയങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് അവരിലേക്കെല്ലാം സന്തോഷവും സ്നേഹവും, ഇല്ലേ, ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും നൽകാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് ഒരുമിച്ച് മുന്നേറാമെന്ന് മാത്രം ഈ സുപ്രഭാതത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിജയാശംസകൾ നിർത്തട്ടെ. നിങ്ങൾ ആ ടീമിനെ സജീവമാക്കുക. ഇന്നിപ്പോ നമ്മൾ ഈ പ്രോഗ്രാമിൽ കയറിയിരിക്കുന്നതോ ഇന്ന് എത്ര ആളുകൾ പ്രോഗ്രാം കയറി ഞാൻ ശ്രദ്ധിച്ചില്ല. നിരവധി ആളുകൾ ഇന്ന് പ്രോഗ്രാമിൽ വെച്ച് വന്നിട്ടുണ്ട്. എല്ലാവരും നമുക്ക് ഒരുമിച്ച് ഇതേ ഐക്യത്തോടെ പോവുകയാണെങ്കിലുണ്ടല്ലോ ഇവിടെ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ നമ്പർ 1 ബിസിനസ് കൊടുക്കുന്ന സ്റ്റേറ്റ് ആയിട്ട് വീണ്ടും കേരളത്തിൽ നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. 1-ാം തീയതി കൊട്ടാരക്കര POP ഉണ്ട്, അതിനെല്ലാം പിക്ക് വരും. ഓരോ ടീം ബേസ് ആയിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്, കോമൺ പ്രോഗ്രാമുകളുണ്ട്. ഒക്കെ ഡിസൈൻ ചെയ്തതിന് ഊണും ഉറക്കമില്ല, വിശ്രമമില്ല. കേട്ടില്ലേ? ഈ വർഷം നമ്മളെല്ലാം സെറ്റിൽ ആവണം. ഇന്ന് മുതൽ കോടീശ്വരൻ എന്നാ പറഞ്ഞ് ഒരു സംശയം വേണ്ട. 2020 അവസാനിക്കുമ്പോൾ കേരളത്തിൽ കോടീശ്വരന്മാരെ മുട്ടിട്ട് നടക്കാൻ പറ്റില്ല. ബയോട്ടോറിയം നെഞ്ചിലേക്ക് ഒരു 3 കോടീശ്വരന്മാരെ, ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. ആ രീതിയിലുള്ള പ്ലാൻ ആവുന്നില്ല. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു പ്ലാനും കൂടി അറിഞ്ഞ പിന്നെ വളരെയധികം സന്തോഷം ഉണ്ടെന്നുള്ളതിന്റെ ഇതിലാണ്
7:30 എല്ലാവരും ഒരുപാട് സംശയത്തിൽ തന്നെയാണ്. എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 lakh above ട്രെയിനിങ് പ്രോഗ്രാം ഇന്നലെ എറണാകുളത്ത് നടന്ന് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ടീം ലീഡേഴ്സ് ആയിട്ട് കൂടുതൽ കാര്യം ചർച്ച ചെയ്യുക. അടുത്ത ദിവസങ്ങളിലായിട്ട് മനോജ് സാറ് തന്നെ ഈ ബിസിനസ് പ്ലാൻ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് ആരും അടിക്കുന്നതില്ല. സാറ് പറഞ്ഞല്ലോ, സാറിനുള്ള സംശയങ്ങള് സാറിന് വാട്സാപ്പിൽ മെസ്സേജ് ഇടാനായിട്ട് നിർദ്ദേശിച്ചായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ ഉണ്ടാകും, പുതിയതായിട്ട് വന്നതാണല്ലോ. അപ്പൊ ലീഡേഴ്സ് ആയിട്ട് സംസാരിക്കുക. ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് എല്ലാവർക്കും കൂടുതൽ ബിസിനസ് വരികയും ഈ വർഷം ഏറ്റവും കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ കോടീശ്വരം സാധിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു. ഓക്കെ താങ്ക് യു. ഒരു സംശയം വേണ്ട. 100 കണക്കിന് കോടീശ്വരന്മാരെ നമുക്ക് 2026 കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കാം. നമുക്ക് ഒരുമിച്ച് ഒന്നിച്ച് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇത് ഏറ്റെടുത്ത് നെഞ്ചിലേറ്റിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജവും ആവേശവും മനസ്സും ശക്തിയും ഓരോരുത്തർക്കും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾക്ക് വിജയാശംസകൾ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്.